ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ആസ് എ സോഷ്യൽ വർക്കർ എൻ്റെ ഒരു ഫീൽഡ് വിസിറ്റ് ഡേ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ നിങ്ങളോട് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ്. എന്താ പച്ചപ്പല്ലേ, ഹരിതാപ പച്ചപ്പെന്നൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് എൻ്റെ ഹോം ടൗൺ ആയിട്ടുള്ള കാഞ്ഞങ്ങാട്. എപ്പോഴും, അതായത് കാഞ്ഞങ്ങാടിൻ്റെ ആ ഒരു പച്ചപ്പ്, ഹരിതാപ. ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റാണ്. നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടത്തോട്ട് നമ്മുടെ ക്ലയൻസിനെ റീഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ റെഗുലർ ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ പോകുന്നത് നമ്മുടെ മാംഗ്ലൂരേക്കാണ്. ഒന്ന് ഒറ്റക്കാണ് കേട്ടോ എൻ്റെ ജേർണി, വേറെ ആരുമില്ല കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോളോ ട്രാവൽ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നേരെ മാംഗ്ലൂരേക്ക് എത്തി. അപ്പോൾ മാംഗ്ലൂർ നേരെ ഇനിയിപ്പോൾ അടുത്ത ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലോട്ടാണ് ഞാൻ പോകുന്നത്. ഫൈനലി നമുക്ക് ബസ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ബസ് ചേട്ടനോടൊക്കെ ചോദിച്ച് അറിയാവുന്ന കന്നഡയും കന്നഡ കോഡുകളൊന്നും എനിക്ക് അറിയത്തില്ല. ആസ് എ കാസർഗോഡിയൻ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കന്നഡയിലൊക്കെ ഇച്ചിരിയൊക്കെ ചോദിച്ച് മലയാളത്തിലൊക്കെ മിക്സ് ചെയ്ത്, പക്ഷെ അവർക്കൊക്കെ മലയാളം അറിയാം കേട്ടോ. അതാണ് മാംഗ്ലൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് എല്ലാവർക്കും നമ്മുടെ മലയാളമൊക്കെ മനസ്സിലാവും. അപ്പോൾ അവർ നമ്മളോട് കന്നഡ പറയും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ കർണാടക RTCയിൽ നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മളെ ഫോറസ്റ്റും നമ്മളെ പോകുന്ന വഴികൾ എന്നൊക്കെ പറയുന്നത് നല്ല ഗ്രീനറി ആയിരിക്കും. അതായത് ഫുള്ളും ചുറ്റിലും നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിനൊക്കെ ഒരു കുളിർമയൊക്കെ കിട്ടും. പിന്നെന്ന് വെച്ചാലേ, നമ്മൾ ഈ ഒരു യാത്ര ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും. അവരുടെ സ്റ്റോറീസ്, നമുക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ കർണാടകയിൽ ഞാനിപ്പോൾ പോകുന്ന സമയത്ത് മാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ മിങ്കിൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ തമിഴ്നാടാണെങ്കിൽ ഇച്ചിരി കൂടി അവർ ബെറ്ററായിട്ട് നമ്മളോട് മിങ്കിൾ ചെയ്യും. പക്ഷേ എല്ലാ ഹെൽപ്പും ചെയ്യും കേട്ടോ. ഞാൻ ഓട്ടോ ഒക്കെ പിടിച്ചിട്ടാണ് ഇനിയുള്ള യാത്ര. നമ്മൾ ബസ് കയറണം, ഓട്ടോ കയറണം, ട്രെയിൻ കയറണം, അങ്ങനെ പല രീതിയിൽ സഞ്ചരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ ആണെങ്കിലും നല്ല നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഓട്ടോ ചേട്ടനോടൊക്കെ എന്തൊക്കെയോ അറിയുന്ന കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്ത് പറയാം. കണ്ടോ, ഇതൊക്കെയാണ് കാണേണ്ടത്. ഇതുപോലുള്ള പല സ്ഥലങ്ങളും ഉണ്ടാവും നമ്മൾ പോകുന്ന വഴിക്ക്. അതാണ് ആസ് എ സോഷ്യൽ വർക്ക് നമ്മുടെ ഈ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാത്ത പല സ്ഥലങ്ങളിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ പെട്ടെന്നാട്ടോ മഴ വന്നത്. അയ്യോ, എൻ്റെ ഓട്ടം മൊത്തത്തിൽ അങ്ങ് നനഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ നടുക്കിരുന്നിട്ട് ഇവിടുന്ന് മഴ നനയുന്നു, അവിടെ നിന്ന് മഴ നനയുന്നു. ഓട്ടോ ചേട്ടനാണെങ്കിൽ ഓക്കെ അല്ലേ മോളെ എന്നുള്ള രീതിയിലാണ് മൂപ്പരും നല്ല സ്പീഡിൽ ഓടിച്ചിട്ടോ. കാരണം ഇത്രയും മഴയത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഫോറസ്റ്റിനുള്ളിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടത്തോട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് പറയേണ്ടത് ഹാപ്പിനെസ്സും തരും. അതുപോലെ തന്നെ ഒരു പേർപ്പസ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ജേർണിയിൽ. അപ്പോൾ അത് നമുക്ക് ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാറുണ്ട്. 3 hours 4 hours ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുന്നത്. അതായത് രാവിലെ ഞാൻ ഇറങ്ങിയതാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ 3 മണിയായി. അത്